ബോസ് മലയാളം സീസൺ 7 ഏറ്റവും സ്ട്രോങ് മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജിസേൽ ടക്രാൽ. ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പൊ ഭയങ്കര വീക്കായിട്ടാണ് ജിസേലിന്റെ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോൾ ഒന്ന് സൈലന്റ് ആയതോടെ പണി കിട്ടിയത് ജിസേലിനാണെന്ന് പറയാം. ഒരു രീതിയിലും കണ്ടന്റ് ഇല്ലാതെ വലയുന്ന ഒരു അവസ്ഥ. ഫയറായി നിന്ന് ഫ്ലവറായി പോയി എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഗതികേട്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ ജിസേലിന്റെ ഗെയിം തന്നെ നമുക്കൊന്ന് നോക്കാം. ജിസേൽ എന്താണ് അവിടെ ചെയ്തത് ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ അഭിലാഷ് ക്യാപ്റ്റൻ ആയപ്പോൾ ജിസേൽ പ്രതീക്ഷിച്ചത് കിച്ചൺ ടീമിൽ കയറി അവിടുത്തെ ക്യാപ്റ്റനായി തോന്നിയാസത്തിന് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഇത്തിരി ഷെയർ പരിവാരങ്ങൾക്കും കൊടുക്കാം എന്നതായിരുന്നു. ഇത് മുന്നിൽ കണ്ടിട്ട് അഭിലാഷ് എന്ത് ചെയ്തു? വെസൽ ടീമിലേക്ക് ഇട്ടതും കയ്യിൽ മുറിവാണെന്ന് പറഞ്ഞ് പിന്നീട് അഭിലാഷ് പിടിച്ച് ടോയ്ലറ്റ് ടീമിലേക്ക് ഇട്ടു. ടോയ്ലറ്റ് ടീം ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. എന്നിട്ട് ടോയ്ലറ്റിലെ അവസ്ഥ നമ്മൾ ഈ ഒരാഴ്ച ഫുൾ ലൈവിൽ ഓരോരുത്തർ പറയുന്നത് കേട്ടതാണ്. പായല് പിടിച്ചിരിക്കുന്നു എന്നും പിന്നെ സാനിറ്ററി നാപ്കിൻ വലിച്ചു വാരി ഇട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഹൗസ്മേറ്റ്സ് പറയുന്നത്. എന്തൊരു നിലവാരമാണ് അത് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങളും ജിസേലിന് കിട്ടിയിരുന്നു ഹൗസ്മേറ്റ്സിന്റെ അടുത്ത് നിന്ന്. ആരെയും ഇതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ നെവിൻ ചെയ്യുന്നില്ല, നെവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും ജിസേൽ പറയുന്നത്. എന്റെ കൈക്ക് വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനത്തെ ഉള്ള സില്ലി റീസൺസ് ആണ് പറയുന്നത്. സർക്കസ് ടാസ്കില് സിംഹിണിയായിട്ടായിരുന്നു ജിസേല്. ആടിനെ വിഴുങ്ങണം എന്നൊരു ഡയലോഗ് പറഞ്ഞ് 2 ഗിർ വെച്ചതല്ലാതെ ജിസേലിന്റെ പ്രകടനം 10 പൈസക്കില്ലായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു വിഷമത്തില് കിച്ചൺ ടീമിന്റെ എതിർപ്പ് മറികടന്ന് ആലു പൊറോട്ട ഉണ്ടാക്കി പരിവാരങ്ങൾക്ക് കൊടുത്തൊഴിച്ചാൽ വേറെ ഒരു കണ്ടന്റും ഈ കഴിഞ്ഞ ആഴ്ച ജിസേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് ഹൗസിലെ ഹ്യൂമാനിറ്റിയുടെ കോൺട്രാക്ട് ഹോൾസെയിൽ ആയിട്ട് എടുത്തിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസേല്. എല്ലാവർക്കും നല്ല മതിപ്പായിരുന്നു ജിസേലിനെ പറ്റി. അഗൈൻ ആയിരുന്നു എന്നാണ് കേട്ടോ, ഇപ്പൊ അല്ല. റൂൾസ് പാലിക്കാതെ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നതാണ് മെയിൻ ആയിട്ട് ഇത്രയും മതിപ്പ് ഉണ്ടാവാനായിട്ട് കാരണം. ആ ഒരു സ്ട്രാറ്റജിയും ആലു പൊറോട്ടയോടുകൂടി അവസാനിച്ചൊരു മട്ടാണ്. കാരണം ഉണ്ടാക്കി കൊടുത്തതിന്റെ കണക്ക് പറയുന്നതായിട്ട് കേട്ടിരുന്നു. അത് അതിന്റെ പേര് പറഞ്ഞ് എല്ലാവരുമായിട്ട് ഉടക്കി. ബിന്നിയുമായിട്ടും റനയായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അക്ബറുമായിട്ടും. നിന്നെ പോലെ കരയാൻ ഞാൻ ഒട്ടും വീക്കല്ല എന്ന് അനുമോളുടെ അടുത്ത് ജയിലിൽ വെച്ച് വലിയ വീരവാദം അടിച്ചിട്ട് ഉറ്റ സുഹൃത്ത് അക്ബർ ജസ്റ്റ് ഒന്ന് ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ജിസേലിന്റെ അവസ്ഥ. എന്തൊരു കരച്ചിലായിരുന്നു, കരഞ്ഞു മെഴുകുമായിരുന്നു. എന്നിട്ട് അക്ബറിനോട് പിണങ്ങി കേട്ടോ. കാരണം അക്ബർ മുഖത്ത് നോക്കി ഇതൊക്കെ ചോദിച്ചു, ഇരട്ടത്താപ്പ് എല്ലാം ചോദിച്ചു. അക്ബറിനെ ഇനി അടുപ്പിക്കും എന്ന് തോന്നുന്നില്ല. അതാണ് അക്ബറിന് നല്ലത്. കാരണം ജിസേലിന്റെ ഗെയിം ഏകദേശം അവസാനിച്ചൊരു മട്ടാണ്. ഞാൻ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഇത്തവണത്തെ ജയിൽ എന്ത് ബോറായിരുന്നു. ഒരു രീതിയിലുള്ള ഒന്നും ഇല്ലാതിരുന്നൊരു ജയിൽ ടാസ്ക് ആയിരുന്നു ഈ കഴിഞ്ഞ തവണത്തേത്. ലക്ഷ്മിയുടെ കൂടെ വേറെ ആര് ജയിലിൽ പോയിരുന്നുവെങ്കിലും ഇതിനേക്കാൾ കോണ്ടന്റ് ഉണ്ടായേനെ. കുറഞ്ഞ പക്ഷെ ലക്ഷ്മി എടുത്തിട്ട് റോസ്റ്റെങ്കിലും ചെയ്തേനെ. ടാസ്ക് നന്നായിട്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും. പ്രതിമകളെ ഉണ്ടാക്കാനുള്ള കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ പോട്ടേന്ന് വെക്കാം. ക്യാപ്റ്റൻസിയിലേക്ക് 2 തവണ 8ഉം 10ഉം വോട്ടുകളോടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട അതേ ജിസേല് ഈ കഴിഞ്ഞ ആഴ്ച ജയിലിൽ പ്രവേശിച്ചത് ഈ സെയിം 8 വോട്ടുകളോടെ. ക്യാപ്റ്റൻസി എന്നുള്ളത് ഇപ്പൊ ജയിലായി. അപ്പൊ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നതും പിന്നെ പരിവാരങ്ങളോടല്ലാതെ വേറെ എല്ലാവരോടും സെലക്റ്റീവ് കൺസിഡറേഷനും ഫേവറസവും കാണിക്കുന്നത് കൊണ്ടും അതേപോലെ ഈ ഗ്രൂപ്പുകളിൽ പൊളിഞ്ഞത് കൊണ്ടും ആകെ ഒതുങ്ങി സൈഡായി പോയൊരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ. റെനയൊക്കെ ഇപ്പോ ജിസേലിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന പരിപാടി നിർത്തി, നെവിനും നിർത്തി. വലിയ അപ്പവും അടയുമായിരുന്ന ബിന്നിയോടും അക്ബറിനോടും വരെ ജിസേൽ വഴക്കിട്ടു. എന്നിട്ടിപ്പോ വന്ന് ആകെ കൂടെയുള്ളത് ആര്യനാണ് എന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. അതും ആ ഒരു ഹിന്ദി ബോണ്ടിങ് ആണ്. പടയാളികളൊക്കെ ഉള്ള ചെസ് ഗെയിമിലെ ക്വീൻ എന്നൊക്കെ റിവ്യൂവേഴ്സ് വിശേഷിപ്പിച്ച ഒരു മത്സരാർത്ഥി ആയിരുന്നു ജിസേല്. അപ്പോ അങ്ങനെ അവിടെ നിന്നിട്ട് അത്രയും പീക്കിൽ നിന്നിട്ട് ഈ രീതിയിൽ ഗ്രാഫ് താഴോട്ട് പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അനുമോള് തീരുമാനിക്കണം ജിസേല് വാ തുറക്കണോ വേണ്ടയോ എന്നുള്ളത്. അനുമോള് മൈൻഡ് ചെയ്യാതിരുന്നാൽ ജിസേൽ ഔട്ടാണ്. അവരുടെ ആ ഒരു റൈവലറി തുടർന്നു പോയാൽ ഒരുപക്ഷെ ഒരു 85 വരെയൊക്കെ നിന്നേക്കാം. അല്ലെങ്കിൽ വരുന്ന 2 ആഴ്ചയിൽ അല്ലെങ്കിൽ വരുന്ന ഈ ഒരാഴ്ചയിൽ ഔട്ടാണ്. അതാണ് ജിസേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആട് സിംഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അൺറിയൽ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സീസണില്. കാരണം അനുമോള് മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അത്യാവശ്യം കോണ്ടന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അക്ബറുമായിട്ടുള്ള ഒരു ഫൈറ്റ് എയർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ഫൈറ്റ് ആയിരുന്നു. അനുമോൾ ഇപ്പോഴും ട്രാക്കിൽ തന്നെയാണ് കേട്ടോ. അല്ല ജിസേലിനെ പോലെ കംപ്ലീറ്റ്ലി ഒതുങ്ങി അങ്ങ് സൈഡായിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും സ്ക്രീൻ സ്പേസ് ഒക്കെ പിടിക്കാൻ അനുമോളെ കൊണ്ട് പറ്റുന്നുണ്ട്. പക്ഷെ ഈ റൈവലറിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ജിസേലിനാണ്. അത് ഈ ഒരാഴ്ച കൊണ്ട് പൊളിഞ്ഞു വീണൊരു കാഴ്ചയാണ് കണ്ടത്. വേറെ ഒരു രീതിയിലുള്ള ഗെയിമും ജിസേലിനില്ല. ഇങ്ങനെ പോയാൽ പണി കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജിസേലിന്റെ അടുത്ത്. ഇല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം പറയും ബോംബെക്കാര ജാവോ എന്ന് പറയും.